കൂടുതൽ അധ്യാപകർ നമുക്കൊപ്പം തത്സമയം വിവരങ്ങൾ നൽകുന്നതിന് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പറയുന്നതിനായി എത്തുകയാണ്. ഒരു അധ്യാപിക കൂടി നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അമ്പിളി ടീച്ചർ, കേൾക്കാമോ? കേൾക്കാം. അമ്പിളി ടീച്ചർ, പണം കൊടുക്കേണ്ടി വന്നോ ജോലി കിട്ടാൻ? ജോലി കിട്ടാനായിട്ട് 2014 8 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് 2017 ഞാൻ തിരിച്ചിറങ്ങുകയും ചെയ്തു. ഇവിടെ വേക്കൻസി ഇല്ലാന്ന് കണ്ടപ്പോൾ അവിടെ സംസ്കൃതം ടീച്ചറുടെ പോസ്റ്റിനാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ പോസ്റ്റ് ഇല്ലാന്ന് നമുക്ക് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി. പിന്നെ പൈസ വാങ്ങിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അതും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കാരണം എൻ്റെ കയ്യിൽ ബാങ്കിന്റെ പ്രൂഫ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എനിക്ക് പൈസ തിരിച്ചു തന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളുടെ ഒരു കരിയർ അങ്ങനെ പോയി. ഇനി വരുന്നവരെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെടരുത്. നമ്മള് പഠിച്ചിട്ടല്ലേ വരണത്. വെറുതെ വന്ന് പൈസ കൊടുത്തിട്ട് വരല്ലല്ലോ. BEd ഒക്കെ എടുത്തിട്ട് തന്നെയല്ലേ കുട്ടികള് ജോലിക്ക് വരണത്. അപ്പൊ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം, നമുക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മള്. തീർച്ചയായും. ശ്രീമതി അമ്പിളി, ഇപ്പോൾ ഏത് സ്കൂളിലാണ്, കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ, ഏത് സ്കൂളിലാണ് ഈ 3 വർഷത്തേക്ക് നിയമനം തന്നത് 8 ലക്ഷം വാങ്ങിയിട്ട്? കോഴിക്കുഴി സ്കൂളിലാണ്. കോഴിക്കുഴി AMUP സ്കൂളിലായിരുന്നു LP സംസ്കൃതം ടീച്ചറായിട്ടാണ് എന്നെ ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അത്രയും വിശ്വസിപ്പിക്കും. അതായത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ നമ്മൾ വീണ് പോവും. അത്ര ഉറപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. പിന്നീടാണ് നമുക്കറിയണത് അവിടെ ചെല്ലുമ്പോ ഇവിടെ പോസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് പോകണതിൽ തന്നെ ഒരുപാട് പേര് ശമ്പളം കിട്ടാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയ നിവൃത്തിയുള്ളൂ. പക്ഷെ പൈസ തിരിച്ചു കിട്ടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവാനും മിക്കവരും ഇത് കയ്യിലാണ് കൊണ്ടുവന്ന് കൊടുക്കണത്. എനിക്ക് അന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്ത കാരണം എനിക്ക് ഇന്ന് പൈസ കിട്ടിയത്. 2017 അമ്പിളി ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ പണം തിരിച്ചു കിട്ടിയത് ഏത് വർഷമാണ്? എത്ര നാൾ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വന്നു? VC പ്രവീണിനോട് ചോദിച്ച് പിന്നെ 3 പ്രാവശ്യമായിട്ടാണ് അദ്ദേഹം എനിക്ക് പൈസ തിരിച്ചു തന്നത്. 2018 ജനുവരിയിലാണ് ലാസ്റ്റ് എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നത്. 3 ചെക്കായിട്ടാണ് തന്നത്. അതും നമുക്ക് അന്ന് മതിലകം പോലീസ് സ്റ്റേഷനാണുള്ളത്. അപ്പൊ അവിടെ കേസ് കൊടുത്തു. അന്നത്തെ റൂറൽ SP ആയിരുന്ന യതീഷ് ചന്ദ്ര സാറിന്, പിന്നെ ഇരിഞ്ഞാലക്കുട വനിതാ സ്റ്റേഷനില് അവിടുത്തെ USC, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് പൈസ കിട്ടിയത്. കാരണം നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉള്ളത് കൊണ്ട് പിന്നെ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം തന്നത്. ടീച്ചർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചറിന് ഈ സമാനമായി ടീച്ചർ ഈ പണം തിരിച്ചു വാങ്ങിയെന്ന് അറിയുമ്പോൾ സമാനമായി തട്ടിപ്പിനിരയായി 1-2 വർഷം ജോലി ചെയ്തൊക്കെ ഇറങ്ങേണ്ടി വന്ന മറ്റു ടീച്ചർമാരൊക്കെ അമ്പിളി ടീച്ചറിനെ ബന്ധപ്പെട്ടിരുന്നു. അവർക്കൊക്കെ ഈ രേഖയില്ലാതെ നേരിട്ട് കൊണ്ടുപോയി പണമായി കൊടുത്ത ആളുകൾക്ക് പണം തിരിച്ചു കിട്ടിയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ഒരുപാട് പേര്, ഞങ്ങളൊരു 10-16 പേര് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പൊ അവർക്കൊക്കെ പ്രൂഫായിട്ട് കയ്യിലുണ്ടായിരുന്നത് എന്റെ കയ്യിൽ മാത്രമാണ്. ബാക്കി എല്ലാവരും ഇതുപോലെ കടലാസിൽ കൊടുങ്ങി വീട്ടിൽ കൊണ്ടു കൊടുക്കുക ചെയ്യാൻ. അപ്പൊ അവർക്കൊക്കെ ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ തിരിച്ചു കിട്ടി. പിന്നെ കുറെ കാലം അതുകൊണ്ട് പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടി. അങ്ങനെ എങ്ങനെയൊക്കെ കുറെ പേരൊക്കെ പൈസ വാങ്ങിച്ചെടുത്തു. ഇനിയും കിട്ടാത്തവരുണ്ടെന്നാണ് എനിക്കറിയണത്. ഇനിയിപ്പോ അവര് വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുറെ പേർക്കെങ്കിലും പൈസ കിട്ടാനുണ്ടായിരുന്നു. ഇത്രയും കാലം അമ്പിളി ടീച്ചർ ഒന്ന് നോക്കുകയെ 15 കൊല്ലമാണ്. അതിനിടയിലാണ് 2014 ടീച്ചറിനടക്കം ജോലി തന്നത്. 2009 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. 15 വർഷം കഴിയുമ്പോഴാണ് പോലീസ് ഒന്ന് പിടികൂടുന്നത്. അതിന് മുൻപുള്ള കേസുകളൊക്കെ ടീച്ചറിൻ്റെതുപോലെ രേഖയുള്ളവർക്കൊക്കെ സെറ്റിൽ ചെയ്ത് പോലീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് കൃത്യമായി സർക്കാരിന്റെയും പോലീസിന്റെയും ഒക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ടീച്ചർ? അതെ, തീർച്ചയായും അങ്ങനെ വിചാരിക്കണം. കാരണം ഞാൻ ഇതുപോലെ പൈസ തിരിച്ചു വാങ്ങേണ്ട സമയത്ത് കുരിക്കുഴിയിൽ അന്ന് അവിടുത്തെ കൗൺസിലറാണ് ആരറിയില്ല, ഒരു ശോഭ സുരേന്ദ്രനോ അങ്ങനെ എന്തോ ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ല, ഞാൻ നേരിട്ടിട്ട് ചെയ്ത കാര്യമല്ലേ, നമുക്ക് വീട്ടിലെ ആളുകളുണ്ടല്ലോ, അപ്പൊ അത് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ പാലക്കാട് നിന്ന് ഒരാൾ ഇതുപോലെ മാനേജറാണോ ആരാന്ന് അറിയില്ല, അതുപോലെ പ്രവീണിന്റെ സ്കൂളിൽ വർക്ക് ചെയ്യണ ടീച്ചറിലെ നമുക്ക് നല്ല രീതിയിൽ വിളിച്ച് നമുക്കത് ടെസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. 1 ടൈം മാത്രം അയാൾ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആളെ കുറിച്ച് അറിയില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും രേഖകളും കാര്യങ്ങളും കൊണ്ട് നടന്നിട്ട് പോലും നമ്മൾ ഇത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് നമുക്ക്
അതങ്ങനെ സാധിക്കില്ലല്ലോ. അപ്പൊ പിന്നെ രേഖകളൊന്നും ഇല്ലാതെ കൊണ്ടു കൊടുക്കുന്ന ഒരാൾക്ക് എങ്ങനെ പൈസ വാങ്ങിച്ചെടുക്കും എന്ന് പോലും നമ്മൾ ചിന്തിക്കുകയാണ്. തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതികരിച്ചതിന് നന്ദി. ഈ തട്ടിപ്പിനിരയായി പണം തിരിച്ചു വാങ്ങാൻ കയ്യിൽ രേഖകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം, അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് മാത്രം 8 ലക്ഷം കൊടുത്തത് തിരിച്ചു കിട്ടിയ അധ്യാപികയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ